നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അതും സമൂഹ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ചൊരു സംഭവം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് അറിഞ്ഞത്. ആ സംഭവം കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ നിന്നും ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശവശരീരം റോഡിലേക്ക് പൊതിഞ്ഞ് എറിഞ്ഞു കളഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പോലീസ് എത്തുകയും പോലീസ് പുറത്തു വന്ന് മാധ്യമങ്ങളോടടക്കം പറഞ്ഞത് ആ പെൺകുട്ടി ഒരു ഇരയാണ്, അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ. ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ്. സംഗീത ലക്ഷ്മണ ഇത്തരം കാര്യങ്ങളിൽ ഒരു പേടിയുമില്ലാതെ പ്രതികരിക്കുന്ന ഒരാളാണ്. സംഗീത ലക്ഷ്മണ ആ പെൺകുട്ടിയുടേതടക്കമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിറ്റിയോ ഒന്നും വെളിപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷേ സംഗീത ലക്ഷ്മണ പറഞ്ഞ ചില കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ്, സത്യമുണ്ടായിരിക്കാം എന്ന തോന്നലുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത് വാർത്തയാക്കുന്നത്. കേരളത്തിൽ പണമുണ്ടെങ്കിൽ ഏത് ക്രൈം ചെയ്താലും രക്ഷപ്പെടാൻ കഴിയുന്ന അവസ്ഥയാണുള്ളത് നമുക്ക് എവർക്കും അറിയാം. കേരളത്തിലെ ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ പോലീസിന്റെ രീതി അങ്ങനെയാണ്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആരെയും രക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മൾ തൊടുപുഴയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്ന അമ്മയെ സംബന്ധിച്ചും അമ്മയുടെ മാതാവിൻ്റെയും അമ്മയുടെ അമ്മാവിൻ്റെയും ഒക്കെ ബന്ധങ്ങൾ, CPM ബന്ധങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ആ കേസിൽ നിന്ന് അതിവിദഗ്ധമായി മാനസിക സമ്മർദ്ദം, ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് അതിവിദഗ്ധമായി ആ സ്ത്രീക്ക് രക്ഷപ്പെടാനും കഴിയും. ആ സ്ത്രീ അഞ്ജന എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന രീതിയിൽ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മളൊക്കെ ആ ബൈറ്റ് കണ്ടതാണ്. പോലീസ് ഓഫീസർ അകത്തേക്ക് പോയിട്ട് വന്ന് പുറത്തു വന്ന് പറയുന്ന ആ പെൺകുട്ടി പീഡനത്തിന് ഇരയായതുകൊണ്ട് ഇരയാണ്, ഇരയുടെ പേരും ഐഡന്റിറ്റിയും ഒന്നും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്ന് വീട്ടുകാർ ഏറ്റെടുക്കാത്തതിനെ തുടർന്ന്, പെൺകുട്ടിയുടെ വീട്ടുകാർ ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് കൊണ്ടുവന്ന് പോലീസ് അടക്കം സംസ്കരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് വലിയ നൊമ്പരമുണ്ടാക്കിയ കാഴ്ചയാണ്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ചെറിയ പെൺകുട്ടിയല്ല. അതായത് 22 വയസ്സുള്ള ഒരു യുവതിയാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അതിലുമുപരി ഈ കുറ്റകൃത്യത്തെ വ്യത്യസ്തമാക്കുന്നത് എറണാകുളത്തെ ഒരു വലിയ വ്യവസായ പ്രമുഖരും എഴുത്തുകാരനുമൊക്കെ ഒരാളുടെ മകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കഥ പെട്ടെന്ന് അതൊരു പീഡന കഥയായി മാറുകയും ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ, അതായത് പീഡനത്തിനിരയായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഐഡന്റിറ്റി തിരക്കി പോവുകയോ ആ പെൺകുട്ടിയോട് വളരെ സഹതാപത്തോട് ഇടപെടുകയോ ചെയ്യും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സഹതാപത്തോടെ നമ്മൾ കാണുകയും ചെയ്യും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ പേരും ഒന്നും പുറത്തു വരാതിരിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. MSc സൈക്കോളജി പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും എറണാകുളത്തെ ഒരു വലിയ വ്യവസായ പ്രമുഖന്റെ മകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കേസിൽ വ്യക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. അതിനുശേഷം ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ നിന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത പെൺകുട്ടിയെ പിന്നീട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം മാനസിക സമ്മർദ്ദമുണ്ടോ എന്ന കാരണത്താൽ അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 15 ദിവസമായി പെൺകുട്ടി ഒരു ദിവസം പോലും ജയിലിലേക്ക് പോലും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലപാതക കുറ്റമൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും പെൺകുട്ടിയെ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞുകൊണ്ടും അതായത് മരിച്ച ആ കുട്ടി ഒരു പക്ഷേ മരിച്ചതാണ് എന്ന് വരുത്തി പുറത്തു വന്നപ്പോഴേ മരിച്ചതാണ്, അതുകൊണ്ടാണ് ആരും അറിയാതെ കളയാൻ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ നടത്തുന്നതെന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ സംഗീത ലക്ഷ്മണയുടെ ഒരു പോസ്റ്റ് കാണുന്നത്. ആ പോസ്റ്റിൽ സംഗീത ലക്ഷ്മണ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ളതും വലിയ കാര്യം തന്നെയാണ്. അത് നമുക്കറിയാം. സാധാരണഗതിയിൽ അത്തരം ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയാണെങ്കിൽ ഒരു പരാതി, ബലാത്സംഗത്തിന് ഇരയാണെങ്കിൽ ആ പെൺകുട്ടി ഒരു പരാതി നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത് ബലാത്സംഗമാണ് എന്ന് പറയുന്നത്? ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ആ ഇടപെടലിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ കേസിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. മാത്രമല്ല പോലീസ് ഓഫീസർമാരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് സംഗീത ലക്ഷ്മണ. സംഗീത ലക്ഷ്മണ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് എല്ലാ ഡീലുകളെ സംബന്ധിച്ചും അറിയാമെന്നും തന്നെ ആരെങ്കിലും ആ രീതിയിൽ തന്നോട് ആരെങ്കിലും മുട്ടാൻ വന്നാൽ അന്നേരം സുപ്രീം കോടതിയിൽ പോയിട്ടാണെങ്കിലും ഇതിൽ സത്യം തെളിയിക്കുമെന്നും സംഗീത ലക്ഷ്മണ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, എന്തൊക്കെയോ കള്ളക്കളികൾ എവിടേക്കോ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതി എന്ന് തന്നെ പറയണം, പെൺകുട്ടി എന്ന് പറഞ്ഞുകൂടാ,
യുവതി തന്നെ ഗർഭിണിയായത് അറിഞ്ഞില്ല എന്നും കുട്ടിയെ കൊന്ന് റോഡിലേക്ക് എറിഞ്ഞതും മാനസിക സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനും ആരും അറിയാതെ ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അച്ഛനും അമ്മയും അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നും മാധ്യമങ്ങളുടെ ബന്ധം ഉപയോഗിച്ചും പെൺകുട്ടിയുടെ അച്ഛനെ മാധ്യമങ്ങളുമായി എഴുത്തുകാരനൊക്കെ ആയതുകൊണ്ടും വ്യവസായ പ്രമുഖനായതുകൊണ്ടും ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഗുരുതര ആരോപണമാണ് സംഗീത ലക്ഷ്മണൻ നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ ആരാണ് ഈ പെൺകുട്ടി എന്നും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും അവർ വിചാരിച്ചതുപോലെ അത് ഒളിച്ചു വെക്കാതെ അല്ലെങ്കിൽ ഒളിച്ച് വയ്ക്കാൻ അവർ ആഗ്രഹിച്ചതുപോലെ നടത്താതെ കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തവും കൃത്യവുമായി പുറത്തുവിട്ടിരിക്കുകയാണ് സംഗീത ലക്ഷ്മണ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.